ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഒരു അടിപൊളി എപ്പിസോഡാണേ. നമ്മുടെ രേവതിയുടെ അടുത്ത് കളിക്കുന്നത് പോലെയല്ല വർഷയുടെ അടുത്ത് കളിച്ചാലേ എന്നുള്ള കാര്യം ശ്രുതിക്ക് ഇന്ന് വർഷ കറക്റ്റായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു എപ്പിസോഡാണേ. ഡീറ്റെയിൽ റിവ്യൂലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. വർഷ പതിവ് പോലെ തന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട്. പക്ഷേ സാധാരണയായിട്ട് വരുന്ന ഭാവത്തിലല്ല കേട്ടോ ആള് വീട്ടിലേക്ക് കയറി വരുന്നത്. വന്ന ഉടനെ തന്നെ എല്ലാവരും വിളിച്ചിട്ട് കൂവാണേ. വർഷയുടെ ശബ്ദം കേട്ടിട്ട് അങ്ങോട്ടേക്ക് ആദ്യം ചന്ദ്രമതിയും അതുപോലെ തന്നെ രവിയും കൂടിയാണ് കേട്ടോ വരുന്നത്. എന്തു പറ്റി വർഷേ, നീ ഭയങ്കര ദേഷ്യത്തിലാണല്ലോ? അതെ ആന്റി, ഞാൻ കുറച്ച് ദേഷ്യത്തിൽ തന്നെയാണ്. എന്താ മോളെ പറ്റിയത് നിനക്ക് എന്നുള്ള കാര്യം രവി ചോദിക്കുന്ന സമയത്ത് അങ്കിൾ എല്ലാവരും വരട്ടെ എന്നിട്ട് ഞാൻ കാര്യം പറയാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും വർഷയുടെ ശബ്ദം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് സച്ചിയും അതുപോലെ രേവതിയും പിന്നെ ശ്രീകാന്തും വരുന്നുണ്ട് കേട്ടോ. എന്താ വർഷേ, നീ വന്നപ്പോ തന്നെ എല്ലാവരും വിളിച്ചു കൂട്ടുന്നത്? നിനക്ക് എന്തെങ്കിലും വലിയ കാര്യം പറയാനുണ്ടോ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്ന സമയത്ത് ഉണ്ട് സച്ചിയേട്ടാ, എനിക്ക് ഒരു വലിയ കാര്യം തന്നെ പറയാനുണ്ട്. പക്ഷേ അത് പറയുന്നതിന് മുമ്പായിട്ട് വരേണ്ട രണ്ടാൾക്കാർ വന്നില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ. അത് കേട്ട് ചന്ദ്ര ചോദിക്കുന്നുണ്ട്, നീ ആരെ കുറിച്ചാ? ശ്രുതിയെയും കുറിച്ചിട്ടാണോ പറയുന്നത് എന്നുള്ള കാര്യം? അതെ ആന്റി, അവരും കൂടി വരണം, എന്നാ മാത്രമേ എനിക്ക് പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. വന്നത് മുതൽ വർഷേ നീ എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല, കാര്യങ്ങളൊക്കെ തെളിച്ചു പറ എന്നുള്ള കാര്യം ചന്ദ്രമതി പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ശ്രുതിയും അതുപോലെ ശ്രുതിയും കൂടി കയറി വരുന്നുണ്ട്. ശ്രുതിയുടെയും അതുപോലെ ശ്രുതിയുടെ മുഖത്ത് അത്ര വലിയ തെളിച്ചൊന്നുമില്ല കേട്ടോ. വർഷയെ ഫേസ് ചെയ്യാനുള്ള എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളത് പോലെയാണ് രണ്ടുപേരും അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അവരെ കണ്ട ഉടനെ തന്നെ വർഷ അങ്ങ് തുടങ്ങുകയാണ് കേട്ടോ ചെയ്യുന്നത്. സാധാരണയായിട്ട് നിങ്ങളുടെ ഭർത്താവിന് മാത്രമാണ് ബുദ്ധിയില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് ഇവിടെ എല്ലാവരും പറയുന്നത്. എന്നാൽ ഇപ്പോ നിങ്ങളും ആ ഗണത്തിൽ പെട്ടോ എന്നുള്ള കാര്യം ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ശ്രുതിയെ ബുദ്ധിയില്ലാത്തവൻ എന്നുള്ള കാര്യം വർഷ പറയുന്നത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നീ എന്താ വർഷയെ വന്നത് മുതൽ ഇവിടെ കിടന്ന് തുള്ളുന്നുണ്ടല്ലോ, അത് പോരാത്തതിന് നീ എന്തിനാ ശ്രുതിയെ ബുദ്ധിയില്ലാത്തവൻ എന്നൊക്കെ പറയുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആന്റി, നിങ്ങളുടെ മകനെ ബുദ്ധിയില്ലാത്തവൻ എന്നല്ലാണ്ട് പിന്നെ എന്താ പറയേണ്ടത്? ആദ്യം 50 ലക്ഷം രൂപ അങ്കിളിനെയും കൊണ്ടിട്ട് ഇവിടുന്ന് പോയി, അത് ഒരു പെണ്ണ് പറ്റിച്ചിട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഷോറൂമിൽ നിന്ന് 5 ലക്ഷം രൂപയോളം വില വരുന്ന സാധനങ്ങൾ നിങ്ങളുടെ മകനെയും പറ്റിച്ചിട്ട് ആൾക്കാർ കൊണ്ടുപോയില്ലേ? അതും പോരാത്തതിന് വീട് വാങ്ങുക എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് 10-30 ലക്ഷം രൂപയുടെ അടുത്ത് ആ പേരും പറഞ്ഞിട്ട് നിങ്ങളെ മകനെ പറ്റിച്ചുകൊണ്ട് പോയി. വീണ്ടും ബിസിനസ്സിൽ ഒരുപാട് നഷ്ടങ്ങളൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളെ ബുദ്ധിയുള്ളവനെന്നാണോ പിന്നെ വിളിക്കേണ്ടതെന്നൊക്കെ ചോദിക്കാനുണ്ട് നമ്മുടെ ചന്ദ്രമതിയുടെ അടുത്ത് വർഷയുടെ ആ സംസാരം കേൾക്കുമ്പോൾ ചന്ദ്രമതി അങ്ങ് വായടച്ചു പോവുകയാണേ. ഒരുപാട് പഠിപ്പ് പഠിച്ചിട്ടുണ്ട് എന്നുള്ള ബോർഡൊക്കെ സുധിയേട്ടന്റെ പേരിൽ മുന്നിൽ തൂക്കിയിട്ടുണ്ട്. എന്നാ ആന്റിക്ക് മനസ്സ് തൊട്ട് പറയാൻ വേണ്ടി പറ്റുമോ ആ പഠിപ്പിനുള്ള ബുദ്ധി സുധിയേട്ടനുണ്ട് എന്നുള്ള കാര്യം? ഇത്രയും പഠിച്ച സുധിയേട്ടന്റെ ബോർഡ് വെക്കുന്നതിനേക്കാൾ നല്ലത് ശ്രീകാന്തിന്റെയോ അതുപോലെ സച്ചിയേട്ടന്റെ ബോർഡ് വെക്കുന്നതാണ്. കാരണം അവർ ഇത്തിരിയെങ്കിലും ബുദ്ധിയുള്ളത് പോലെയാണ് കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ നീ എന്തിനാ സുധിയെ ഇങ്ങനെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നത് എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുന്ന സമയത്ത് അതെ, അത് തന്നെയാണല്ലോ എനിക്കും പറയേണ്ടത്. നീ എന്തിനാ വെറുതെ എന്നെ കുറിച്ച് ഇപ്പൊ സംസാരിക്കുന്നതെന്ന് സുധിയും ചോദിക്കുന്നുണ്ട്. നിന്റെ അമ്മയാണല്ലോ കടയിൽ വന്നിട്ട് സാധനങ്ങളിൽ പൈസ ഒന്നും തരാതെ എടുത്തോണ്ട് പോകുന്നത് എന്നുള്ള കാര്യം സുധി പറയുന്ന സമയത്ത് തിരിച്ച് വർഷ സുധിയോട് എന്റെ അമ്മ ഒരു കടയിൽ ഏത് കടയിൽ വരണമെന്നും എന്ത് സാധനങ്ങൾ മേടിക്കണമെന്നും അവിടെ പണം കൊടുക്കണോ വേണ്ടേ എന്നുള്ള കാര്യമൊക്കെ അമ്മയാണ് തീരുമാനിക്കുന്നത്. എന്റെ അമ്മ നിങ്ങളുടെ കടയിലേക്ക് വന്നിട്ട് സാധനങ്ങൾ എടുത്തിട്ട് പണം തന്നിട്ടില്ലെങ്കിൽ അതിന്റെ പിന്നിൽ എന്തായാലും ഒരു കാര്യം ഉണ്ടാകും. എന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ആരെങ്കിലും കടം മേടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് മാത്രമാണ് എന്റെ അമ്മ അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. എന്റെ അമ്മയെ കുറിച്ചിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മ ഒരു കടയിൽ ചെന്നിട്ട് സാധനം മേടിച്ചിട്ട് പണം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ കടയിലുള്ള ആരെങ്കിലും അമ്മയ്ക്ക് പണം കൊടുക്കാനുണ്ടാകും. വർഷ അങ്ങനെ പറയുന്നത് കേൾക്കുന്ന സമയത്ത് ശ്രുതിയും പരസ്പരം അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. തുടർന്ന് ശ്രുതി പറയുന്നുണ്ട്, നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ നിന്ന് 10 പൈസ പോലും ഞാൻ മേടിച്ചിട്ടില്ല. എനിക്ക് അതിന്റെ ആവശ്യവുമില്ല. ഇത്രയും വലിയ ഷോറൂം വെച്ച് നടത്തുന്ന എനിക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പണം മേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. അതെ, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇപ്പോ ഈ വിഷയത്തിലേക്ക് എന്റെ അമ്മയെ വലിച്ചിടേണ്ട ഒരു കാര്യവുമില്ല. എനിക്ക് ഇപ്പോ അമ്മയുടെ ആ കാര്യങ്ങളെ കുറിച്ചിട്ടല്ല നിങ്ങളടുത്ത് പറയാനുള്ളത്. ഇത് തന്നെയല്ലേ വർഷ നീ ആരംഭം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കാര്യം എന്താന്ന് വെച്ചുള്ള കാര്യം പറ എന്ന് സച്ചി പറയുന്ന സമയത്ത് ശ്രുതിയുടെ അടുത്ത് വർഷ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ നീതുവിനെ കാണാൻ വേണ്ടിയിട്ട് ശ്രീകാന്ത് വർക്ക് ചെയ്യുന്ന റെസ്റ്റോറന്റിലേക്ക് പോയ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ അതുവഴി പോയപ്പോൾ എനിക്ക് വിശന്നപ്പോൾ അവിടെ കയറിയ സമയത്ത് അവളെ കണ്ടപ്പോൾ സംസാരിച്ചു, അത്രയേ ഉള്ളൂ എന്നുള്ള കാര്യമുണ്ട് ശ്രുതി പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ വിശന്നിട്ട് ആ റെസ്റ്റോറന്റിലേക്ക് പോയതായിരുന്നെങ്കിൽ നിങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി പോകണമായിരുന്നു. അല്ലാതെ എന്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾ അവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അവിടെ എന്തൊക്കെയാ സംസാരിച്ചെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്ത് സംസാരിച്ചതിനെ കുറിച്ച് വർഷേ നീ ഈ പറയുന്നെന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്ന സമയത്ത് നിങ്ങളെ തന്നെ കണ്ടു നോക്കൂ സച്ചിയേട്ടാ എന്ന് പറഞ്ഞിട്ട് അവിടെ ശ്രുതി നമ്മുടെ ശ്രീകാന്ത് വർക്ക് ചെയ്യുന്ന റെസ്റ്റോറന്റിലെ ഓണറുമായിട്ട് സംസാരിക്കുന്ന വീഡിയോ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാനോട്ടോ ചെയ്യുന്നത്. ആ വീഡിയോ വർഷയ്ക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാല് ശ്രീകാന്തും ആ പെണ്ണും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട്
അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ മഹിമ ഒരു ആളെ അവിടെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. ആ ആളാണ് ഇവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്ന വീഡിയോ എടുത്തിട്ട് വർഷയ്ക്ക് അയച്ചു കൊടുത്തത്. നമ്മുടെ ശ്രുതി ആ വീഡിയോയിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ശ്രീകാന്തിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ സംസാരിച്ചു തുടങ്ങുകയാണ്. അത് കഴിഞ്ഞിട്ട് ശ്രീകാന്തുമായിട്ട് ആ പെണ്ണിന് എന്തെങ്കിലും അടുപ്പമുണ്ടോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ശ്രുതിയും അതുപോലെ തന്നെ ശ്രീകാന്തും സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണെങ്കിൽ പോലും അവർ രണ്ടുപേരും അത്ര നല്ല രീതിയിലൊന്നും അല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും അടിയാണ്. അതുകൊണ്ട് തന്നെ ഉടനെ അവർ രണ്ടുപേരും തമ്മിൽ പിരിയുമെന്നും അങ്ങനെ പിരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ശ്രീകാന്തിനെ പോലത്തെ ഒരാളെ കിട്ടുന്നത് അവരുടെ ഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ മനസ്സിലും ഒരു ഹോപ്പ് കൊടുക്കുന്ന രീതിയിലാണ് കേട്ടോ നമ്മുടെ ശ്രുതി അവിടെ സംസാരിച്ചിരിക്കുന്നത്. വർഷ ശ്രീകാന്തിന്റെ ലൈഫ് വിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവനെ സ്നേഹിച്ച് മെല്ലെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നൂടെ എന്നുള്ള കാര്യമൊക്കെ ശ്രുതി ചോദിക്കുന്ന സമയത്ത് ശ്രീകാന്തിനെ പോലെ ഒരാളെ കിട്ടുക എന്ന് പറയുന്നത് എന്റെ ജീവിതത്തില് ഏറ്റവും വലിയ ഭാഗ്യമാണെന്നും അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും അവനെ കൈവിട്ട് കളയില്ല എന്നുള്ള രീതിയിലുള്ള സംസാരം ആ നീതു എന്ന് പറയുന്ന സ്ത്രീയും സംസാരിക്കുന്നുണ്ട് കേട്ടോ. അവള് വർക്ക് ചെയ്യുന്ന റെസ്റ്റോറന്റ് തന്നെയാണ് നമ്മുടെ ശ്രീകാന്ത് ഇപ്പോഴും ജോലി ചെയ്യുന്നത്. വർഷ പുതിയതായിട്ട് റെസ്റ്റോറന്റ് ആരംഭിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അതിന് പണമൊക്കെ കൊടുക്കുന്നത് മഹിമയും അതുപോലെ മധുസൂദൻ ആയതുകൊണ്ട് തന്നെ ശ്രീകാന്തിന് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് താല്പര്യമില്ല. അങ്ങനെ ശ്രീകാന്ത് അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ നീതു എന്ന് പറയുന്ന പെൺകുട്ടിയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോ വർഷ അവന്റെ ലൈഫിൽ നിന്ന് മൊത്തത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഉറപ്പായിട്ടും ശ്രീകാന്തിനെ മറ്റൊരാൾക്കും വിട്ടുകൊടുക്കില്ല. ഇപ്പൊ വർഷ വിളിച്ചിട്ട് ആ റെസ്റ്റോറന്റിലേക്ക് പോകാത്തവനല്ലേ, അവനെ എന്റെ വരുതിയിലാക്കിയിട്ട് ഞാനും മാറ്റി കാണിച്ചു തരാം എന്നുള്ള രീതിയിലൊക്കെ ആ നീതും സംസാരിക്കാനായിട്ട് ചെയ്യുന്നത്. എന്തായാലും വർഷ പുതിയതായിട്ട് റെസ്റ്റോറന്റ് ആരംഭിക്കാൻ വേണ്ടി പോകുന്നിടത്തേക്ക് ശ്രീകാന്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വേറൊരു ഷെഫിനെ നിയമിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ നീതു പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ ലക്ഷ്യവും ശ്രീകാന്തിനെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തുക എന്നുള്ള കാര്യമാണ്. ആ കാര്യങ്ങളെല്ലാം അവിടെ ഉള്ള എല്ലാവരും അറിയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞ ശേഷം വർഷ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, എന്റെ അമ്മയും അച്ഛനും അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ കാരണമാണ് എനിക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം കിട്ടിയത്. ആ നീതു എന്ന് പറയുന്ന പെണ്ണിനെ വളരെ മോശപ്പെട്ടതായിട്ടുള്ള ഉദ്ദേശമാണ് എന്നും അവളെ ഏത് തരത്തിലുള്ള ആളാണെന്നുള്ള കാര്യം എന്നെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് എന്റെ അച്ഛനും അമ്മയും അവിടെ ആളെ നിയമിച്ചത്. അത് എനിക്ക് വലിയൊരു ഉപകാരമായി മാറുകയും ചെയ്തു. ഇപ്പോ എന്താ ശ്രീകാന്തെ, ഞാൻ നിന്നെ ലൈഫിൽ അത്രയും ടോർച്ചറൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് വർഷ ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് ശ്രീകാന്തിന്റെ അടുത്ത് ചോദിക്കാണ് കേട്ടോ. കാരണം ശ്രുതി അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ പോയിട്ട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അത് കേട്ടിട്ട് ശ്രീകാന്ത് പറയുന്നതിന് മുമ്പായിട്ട് സച്ചി വെക്കുന്നുണ്ട്, അതെന്താ വർഷ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ശ്രീകാന്തിന്റെ അടുത്ത് എന്നുള്ള കാര്യമാണ്. ദേ നിൽക്കുന്ന ശ്രുതി ചേച്ചി അവരല്ലേ അവിടെ പോയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത്. ശ്രുതി ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പെണ്ണുമായിട്ട് ലിവിങ് ടുഗദറിൽ കഴിഞ്ഞതാണ്. അതിന്റെ പേരിൽ ചീത്തപ്പേരുണ്ട്. ഇനി അതേ ചീത്തപ്പേര് ശ്രീകാന്തിന് വരുത്താൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ എന്റെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പോയിട്ട് അവരെ സംസാരിച്ചത്? ഈ കാര്യങ്ങൾ മാത്രമല്ല എന്റെ അമ്മ എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്, എന്തിനാണ് ശ്രുതി ചേച്ചി ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്നുള്ള കാര്യം കൂടി എന്റെ അടുത്ത് അമ്മ വ്യക്തമായിട്ട് പറഞ്ഞു. എന്തിനാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? എന്റെ അമ്മയുടെ കയ്യിൽ നിന്നും ഈ ശ്രുതി ചേച്ചി 2 ലക്ഷം രൂപ കടം മേടിച്ചിട്ടുണ്ട്. എന്റെ അമ്മ പണം തിരികെ ചോദിച്ച സമയത്ത് ശ്രുതി ചേച്ചി പണം കൊടുത്തില്ല. അതുകൊണ്ടാണ് ഇവരുടെ കടയിലുള്ള സാധനങ്ങൾ അമ്മ പണം കൊടുക്കാതെ എടുത്തോണ്ട് പോയത്. ഇപ്പോ അമ്മ പണം ചോദിക്കുന്ന സമയത്ത് ഫോണും എടുക്കുന്നില്ല. എന്റെ അമ്മ പണം ചോദിച്ച് ടോർച്ചർ ചെയ്യരുതെന്ന് കരുതിയിട്ടാണ് ഇപ്പോ ഇങ്ങനൊരു പ്രശ്നം കൊണ്ടുവന്നത്. ഞങ്ങൾക്കിടയിൽ ഇങ്ങനൊരു പ്രശ്നം വന്ന് കാര്യങ്ങൾ ഡിവൈഡ് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ കാര്യത്തെക്കുറിച്ച് ആരും ചോദിക്കില്ലല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. എന്റെ ജീവിതത്തിൽ ഇതുപോലെ ചെയ്ത് ചേച്ചിയുടെ ജീവിതത്തിലേക്ക് ഞാൻ ഇതുപോലെ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ചേച്ചി ഇതൊക്കെ കണ്ടിട്ട് ചുമ്മാ നോക്കിയിരിക്കുമെന്ന് ശ്രുതിയുടെ അടുത്ത് തിരിച്ചും വർഷ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടിട്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ തല കുനിച്ച് നിൽക്കുക എന്നല്ലാണ്ട് ഒരക്ഷരം പോലും തിരിച്ചു മിണ്ടാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. അപ്പോഴേക്കും ശ്രുതിയെ എല്ലാവരും കൂടി ചേർന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നുള്ള രീതിയിൽ വളരെ മോശമായിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ഇതുപോലെ തന്നെയാണ് ശ്രുതി ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതും. അവരുടെ കാര്യങ്ങളിലേക്ക് ആരും എത്താതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ സ്ത്രീയുടെ ഒരേ ഒരു ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് മുഖത്തടിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ വർഷ കണക്കിന് നമ്മുടെ ശ്രുതിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണയായിട്ട് എല്ലാവരുടെ കാര്യത്തിലും ഇടപെട്ടിട്ട് ഓരോരോ പ്രശ്നം ഉണ്ടാക്കുന്നത് പോലെ അല്ല വർഷയുടെ കാര്യത്തിൽ ഇടപെട്ടാൽ ഉണ്ടാവുക എന്നുള്ള കാര്യം നമ്മുടെ ശ്രുതിക്ക് ആ ദിവസം നമ്മുടെ വർഷ തെളിയിച്ച് കാണിച്ചു കൊടുക്കുന്നു.